വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു 93 പോയിന്റ് സംതിങ് പറഞ്ഞതായിരുന്നു. ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയ രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 1 അവറിലേക്ക് എന്തായാലും നമുക്ക് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലെവലിന്റെ മുകളിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവലിനെ ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു FEG കൂടി ഉണ്ട്. ആ ഒരു FEG കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു FEG ഇവിടെ കാണാം. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ഈ ലെവലിൽ കാണാം. നോക്കിയാൽ കാണാം, ഇവിടെ വന്ന് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ആ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് അതിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ ഒരു കൺസോളേഷൻ നടത്തിയിട്ട് സപ്പോർട്ട് എടുക്കാനാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കൺസോളേഷൻ നടന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത ഉണ്ട്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത്, അതായത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ, മുകളിലോട്ട് ഒരു കൺഫർമേഷൻ കയറുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലാണ്. 96,000 ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ചെറിയ പുൾ ബാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഈ ഒരു 96 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 98 ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവല്, നമ്മൾ പറഞ്ഞ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ FEG വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈയിലേക്കായിരിക്കും ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിൽ, അതായത് ഈ ലെവലിന്റെ താഴെ, ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെ FEG ഉണ്ട്. അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്. സെൽ എൻട്രി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ലെവലിന്റെ താഴെയുള്ള സെൽ എൻട്രി എന്ന് പറയുന്നത് അത്ര ഒരു അഡ്വൈസബിൾ അല്ല. കാരണം തൊട്ടടുത്ത് FEGയും സപ്പോർട്ട് ഏരിയാസും ഉണ്ട്. ഒരുപക്ഷെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. മിക്കവാറും ഈ ലെവലിൽ വന്നതിന് ശേഷം മുകളിലോട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ കൺഫർമേഷൻ വേണം, അല്ലാതെ ഡയറക്റ്റ് എൻട്രികൾ എടുക്കരുത്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.